മഹീന്ദ്രയുടെ വാഹനങ്ങൾ എടുക്കുന്നവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് റെസ്റ്റ് ഉണ്ടോ എന്നുള്ളത് ശരിക്കും ശ്രദ്ധിച്ചിട്ട് വേണം മഹീന്ദ്രയുടെ വാഹനങ്ങൾ എടുക്കാൻ. എഞ്ചിനും മെക്കാനിക്കൽ ഭാഗങ്ങളെല്ലാം പക്ക പെർഫെക്റ്റ് ആയിരിക്കും. പക്ഷേ വാഹനത്തിൽ ചില മൂലകൾ നമ്മൾ അശ്രദ്ധമായിട്ട് വാഹനം ചിലപ്പോൾ വെയിലും മഴയൊക്കെ കൊള്ളുന്ന രീതിയിലൊക്കെ വാഹനം പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ റെസ്റ്റ് കൂടിയിട്ട് ആ ഇരുമ്പിൻ്റെ ഭാഗങ്ങൾ ഡാമേജ് ചെയ്ത് തുരുമ്പാവാനുള്ള ചാൻസ് വളരെ കൂടുതലുള്ളൊരു വാഹനമാണ് മഹീന്ദ്രയുടെ വാഹനങ്ങൾ. അപ്പോൾ ഈ ഒരു വാഹനം KUV വാഹനം നമ്മൾ എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഏതൊരു വാഹനം എവിടെ പോയി ചെക്ക് ചെയ്യുന്നതിന് മുമ്പും നിങ്ങൾ ആദ്യം കുറച്ച് പ്രൈമറി ആയിട്ടുള്ള കാര്യങ്ങൾ പ്രൈമറിയുള്ള ഭാഗങ്ങൾ തുരുമ്പുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. അതാണ് ഇന്നത്തെ വീട്ടിൽ കാണിക്കാൻ പോകുന്നത്. പക്ഷേ ബോഡിക്ക് അത്യാവശ്യം നല്ല വെയിറ്റുള്ള ഇരുമ്പാണ്. കാരണം ബോണ്ടൊക്കെ പൊക്കുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം ഒരു വെയിറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്ക് ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു കോർണർ ഭാഗങ്ങളാണ്. ഈ ഒരു കോർണർ ഭാഗങ്ങളാണ് ഒട്ടുമിക്ക വാഹനങ്ങളുടെയും തുരുമ്പ് സ്റ്റാർട്ടിങ് കാണുന്നത്. അതേപോലെ തന്നെ ഈ ബോണറ്റിൻ്റെ ഇന്നർ സൈഡിൽ തുരുമ്പ് വരും. പക്ഷേ ഈ ഒരു വാഹനത്തിൽ എവിടെയും തുരുമ്പോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അതേപോലെ ഈ ഒരു അപ്പുറം സൈഡിൽ ഈ ഒരു മൂലയിൽ ഇങ്ങനത്തെ ഈ ഒരു ഫ്രണ്ടേജിൽ ഇത്രയും ഭാഗങ്ങളിലാണ് കൂടുതലായിട്ടും തുരുമ്പിൻ്റെ അംശം കൂടുതൽ വരാറ്. പിന്നെ അടുത്ത് കാണാറുള്ളത് എന്താ വെച്ചാൽ നമ്മൾ ഈ ഡോറിൻ്റെ സൈഡിൽ ബീഡിങ്ങിൻ്റെ ഈ ഉൾഭാഗങ്ങളിലൂടെ ഇങ്ങനെ ചെറിയ രീതിയിൽ റസ്റ്റ് കയറിയിട്ടുണ്ടാവും. നമ്മൾ പുറമെ നോക്കുമ്പോൾ പ്രശ്നങ്ങളൊന്നും കാണില്ല. പക്ഷേ ഡോറിൻ്റെ ഉൾഭാഗങ്ങൾ കറക്റ്റായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ ഭാഗങ്ങൾ റസ്റ്റ് ഉണ്ടെന്നുള്ളത്. പക്ഷേ ഈ ഒരു വാഹനത്തിൻ്റെ ഭാഗ്യവശാൽ കുഞ്ഞുപോലെ നോക്കിയിട്ടുള്ളൊരു വാഹനമായതുകൊണ്ട് ഈ ഒരു വാഹനത്തിന് അത്തരത്തിലുള്ള റെസ്റ്റോ പ്രശ്നങ്ങളൊന്നും നിലവിൽ കണ്ടീഷനിൽ വന്നിട്ടില്ല. ഒരു ഡീസൽ എഞ്ചിനിൽ നിൽക്കുന്ന KUV വാഹനമാണിത്. അതും ഡീസൽ എഞ്ചിനിൽ നമുക്കൊരു 20 to 22 കിലോമീറ്റർ നമുക്ക് മൈലേജ് പ്രതീക്ഷിക്കാവുന്ന സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന K8 എന്ന ഫുൾ ഓപ്ഷൻ വേരിയന്റിൽ നിൽക്കുന്ന 62,000 കിലോമീറ്റർ ഓടിയുള്ള K5 കോട്ടയം രജിസ്ട്രേഷനിൽ ബ്ലാക്ക് ബ്യൂട്ടിയിൽ നിൽക്കുന്നൊരു വാഹനം. മൈലേജ് പ്രിഫർ ചെയ്യുന്നവർക്ക് ഒരു SUV സെഗ്മെൻറ്റ് ഒരു ഹൈറ്റിലൊക്കെ ഇരുന്ന് ഡ്രൈവ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു വാഹനമാണ് KUV എന്ന വാഹനം. അതും K8 എന്ന ഫുൾ ഓപ്ഷൻ വേരിയൻറ്റ്. അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം നിൽക്കുന്നുണ്ട്. അലോയ് വീൽസ് വരുന്നുണ്ട്, സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുന്നുണ്ട്, ഇൻഫോർട്ടൈൻമെൻറ്റ് സിസ്റ്റം വരുന്നു, സെൻട്രൽ ലോക്കിംഗ് വരുന്നു, ഹെയർ ബാഗ്, ABS തുടങ്ങിയിട്ടുള്ള സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്, ബാക്ക് വൈപ്പർ, ഡിഫോഗർ തുടങ്ങിയിട്ടുള്ള ബേസിക്കലി എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളും എല്ലാം നിൽക്കുന്ന നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിൽക്കുന്ന ഈ ഒരു വാഹനം സ്വന്തമാക്കാം 3,25,000 രൂപയ്ക്ക്. ഡീസൽ എഞ്ചിൽ മൈലേജ് അന്വേഷിച്ച് നടക്കുന്ന മൈലേജുള്ള വാഹനങ്ങൾ അന്വേഷിച്ച് നടക്കുന്നവർക്ക് ഞാൻ പ്രിഫർ ചെയ്യുന്ന ഒരു വാഹനമായിരിക്കും മഹീന്ദ്രയുടെ ഈ KUV എന്ന വാഹനം. ഒറ്റ കണ്ടീഷനുള്ളൂ, മഴയത്തും വെയിലത്തും ഇട്ടുകൾ നശിപ്പിക്കരുത്, തുരുമ്പ് കയറുന്ന മാത്രം ശ്രദ്ധിക്കാനുള്ളൂ. വേറെ ഒരു കുഴപ്പമില്ല. വാഹനത്തിൻ്റെ മെക്കാനിക്കൽ ഭാഗങ്ങളോ അല്ലെങ്കിൽ എഞ്ചിൻപരമായിട്ടുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും വേറെ കംപ്ലൈൻറ്റ് കാര്യങ്ങളോ ഒന്നും വരാത്ത നല്ല ഹൈ ക്വാളിറ്റിയിൽ നിൽക്കുന്ന മെക്കാനിക്കൽ ഭാഗമുള്ള ഒരു വാഹനമാണ് മഹീന്ദ്രയുടെ വാഹനങ്ങളെല്ലാം. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും സജസ്റ്റ് ചെയ്യുന്ന ഒരു വാഹനമാണത്. ഇനി ഒരു ഹോണ്ടയുടെ അമേസും കൂടി കിടക്കുന്നുണ്ട്. സെഡാൻ സെഗ്മെന്റിൽ ഒരു വാഹനം, പെട്രോൾ എഞ്ചിനിൽ നിൽക്കുന്ന വാഹനം, 2019 മോഡൽ നിൽക്കുന്ന വാഹനം. സെക്കൻഡ് ഓണർഷിപ്പിൽ 66,000 കിലോമീറ്റർ ഓടിയുള്ള 58 തളിപ്പറമ്പ രജിസ്ട്രേഷൻ എന്ന വാഹനം. പെട്രോൾ എഞ്ചിൻ IVTEC എഞ്ചിനിൽ നിൽക്കുന്ന വാഹനം ആയതുകൊണ്ട് 16-17 റേഞ്ചിൽ നമുക്ക് മൈലേജും പ്രതീക്ഷിക്കാവുന്ന ഏറ്റവും ലേറ്റസ്റ്റ് 2019 ഇതിൻ്റെ ഫേസ് ലിഫ്റ്റ് വന്നത്. സെക്കൻഡ് ജനറേഷൻ ആയിട്ട് വന്നിട്ടുള്ള വാഹനമാണ്. സെക്കൻഡ് അല്ല തേർഡ് ജനറേഷൻ ആയിട്ട് വന്നിട്ടുള്ള വാഹനം. പെട്രോൾ എഞ്ചിന് അത്യാവശ്യം മെയിൻ്റനൻസ് കാര്യങ്ങളെല്ലാം കുറഞ്ഞിട്ടുള്ള വാഹനം, അത്യാവശ്യം നല്ല യാത്രാ കംഫർട്ട് കാര്യങ്ങളെല്ലാം ലഭിക്കുന്ന വാഹനം. എന്ന വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുന്ന കമ്പനി ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റം വരുന്നു, സെൻട്രൽ ലോക്കിംഗ് വരുന്നു. അങ്ങനെ ബേസിക്കലി ഒരു വാഹനത്തിന് വേണ്ട എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങൾ എല്ലാം നിൽക്കുന്ന ഈ ഒരു വാഹനം സ്വന്തമാക്കാം 5,40,000 രൂപ നെറ്റ് പ്രൈസോട് കൂടി. ഓൾമോസ്റ്റ് 5 ലക്ഷം വരെ നമുക്ക് ഫിനാൻസ് സൗകര്യം അവൈലബിൾ ഒരു വാഹനം കൂടിയാണ്. അപ്പോൾ ചെറിയൊരു ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഒരു സെഡാൻ സെഗ്മെന്റിൽ നിന്ന് പെട്രോൾ എഞ്ചിനിൽ നിൽക്കുന്ന ഈ ഒരു വാഹനം സ്വന്തമാക്കാം. ഇനി ചെറിയ ബഡ്ജറ്റിൽ ഒരു KV, അതും ചെറിയ ഡൗൺ പേയ്മെൻറ്റ് സ്വന്തമാക്കാൻ ഒരു ഡീസൽ എഞ്ചിൻ വാഹനം നമ്മുടെ സ്റ്റോക്ക് അവൈലബിൾ ആണ്. വാഹനങ്ങളുടെ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. KVയുടെ ഒക്കെ പെട്രോൾ മോഡൽസ് നമ്മുടെ സ്റ്റോക്ക് ഉണ്ട്. അതേപോലെ തന്നെ ഹോണ്ട അമേസിൻ്റെ ഒക്കെ ഫസ്റ്റ് മോഡൽസ് എല്ലാ മോഡൽസും ഞങ്ങളുടെ സ്റ്റോക്ക് അവൈലബിൾ ആണ്. അതിൻ്റെയൊക്കെ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഞങ്ങൾ റെഗുലറായിട്ട് വീഡിയോസ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. റെഗുലറായിട്ട് കിട്ടണമെന്ന് നിങ്ങളുടെ പേജ് ഫോളോ ചെയ്യുക.